Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ബനാന ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. ഇത് വിത്തൗട്ട് ഓവൻ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടാലോ. നമ്മൾ ഓട്സ് എടുത്തിട്ട് 2 കപ്പ് ഓട്സ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ 2 കപ്പ് ഓട്സ് നമുക്ക് മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൗഡർ ആക്കിയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 പഴമാണ്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് 2 റോബസ് പഴമാണ്. ഇത് നമുക്ക് നന്നായി കൈ കൊണ്ട് വേണമെങ്കിൽ സ്മാഷ് ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഓട്സ് ഗ്രൈൻഡ് ചെയ്തിട്ട് പൗഡറാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് സിനമൺ പൗഡർ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതാണ് ഫസ്റ്റ് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് 1/2 സ്പൂണ് സോഡ പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ തന്നെ 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ബനാനയുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/3 കപ്പ് ജാഗ്രി സിറപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം ഉരുക്കിയത്. അതിന് ശേഷം 1/3 കപ്പ് റൈസ് ബ്രാൻ ഓയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഏത് കമ്പനിയുടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ വെനില എസൻസ് ഒരു 2-3 ഡ്രോപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈരും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് തന്നെ ഇടരുത്. കുറേശ്ശെ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ലംപ്പൊന്ന് ഫോം ചെയ്യാണ്ട് ഇത് കിട്ടിയോളൂ. ഇതിനിപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊരു തിക്നെസ് കൂടുതൽ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തൈര് 2 ടേബിൾ സ്പൂൺ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം ലൂസ് ആവാൻ പാടില്ല. ഇത് ബ്രെഡല്ലേ, അപ്പോൾ നമുക്ക് ഇതിങ്ങനെ തന്നെ കുറച്ചൊരു തിക്കായിട്ട് തന്നെ ഇരിക്കുക. പിന്നെ നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ജാഗ്രി സിറപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ജാഗ്രിയുടെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ഇട്ട് കൊടുക്കാം കേട്ടോ. കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ട്രേയിൽ നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുക്കാം. ബാറ്റർ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓട്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബേക്കായി വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ കാണുമ്പോൾ നല്ല രസമായിരിക്കും. ഒരു 1-1.5 സ്പൂണ് ഓട്സ് ആവശ്യം വരുള്ളൂ. ഇത് നമുക്കിനി നമ്മുടെ പാന് നമ്മളൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റിന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കൊടുക്കാം. എനിക്കിപ്പോൾ കാണാം, ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലുപ്പമുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നമ്മുടെ ബേക്കിംഗ് ട്രേ വെക്കാൻ പോകുന്നത്. ഇതിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങളിത് കണ്ടു നോക്കൂ. നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം നമുക്കിനി ഒന്ന് നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഓട്സ് ബനാന ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോഴും ചെറുതായിട്ടൊരു ചൂടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് റെഡി ആവാനായിട്ട് ഒരു 40 മിനിറ്റ്സാണ് എടുത്തത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. ഒന്ന് ഫ്ലിപ്പ് ചെയ്താൽ മതി. നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് നോക്കാം.
അത്യാവശ്യം നല്ല സോഫ്റ്റ് തന്നെയാണ്. കാണാൻ നല്ല ചൂട് ആവിയൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡാണ്, നല്ല ഹെൽത്തിയുമാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.